2025 9 മാസങ്ങൾ നമ്മെ വിട്ടുപോകുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തത് പലതും നടന്നില്ലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനപ്പുറത്തായിട്ട് പലതിലും ദൈവം നമ്മെ നടത്തി. സ്തോത്രം. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ 46-ാം സങ്കീർത്തനത്തിനകത്തെ ഒരു വേദഭാഗം 4-ാം വാക്യം 4-5 വാക്യങ്ങളിൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ് അതിനകത്ത് പറഞ്ഞത്. സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അതിൻ്റെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. സ്തോത്രം. അപ്പോൾ എൻ്റെ ദൈവമക്കളോട് ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചുറ്റുപാടുകളിലേക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ചുറ്റിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവനെ സംബന്ധിച്ച് ബാധകമല്ല. ഒരു സ്തോത്രം നിങ്ങൾ പറഞ്ഞില്ല. ദൈവമക്കളെ, ചുറ്റിനും എന്ത് നടക്കുന്നു എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ബാധകമല്ല. സ്തോത്രം. ആമേൻ. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഭക്തന്മാർ ഇവിടെ പറയുന്നത്. ചുറ്റിനും എന്താ നടക്കുന്നത്? ചുറ്റിലും എന്താ നടക്കുന്നത്? ഇവരിയ്ക്കുന്നതിന് ചുറ്റിനും എന്താ നടക്കുന്നത്? നിങ്ങൾ ആ സങ്കീർത്തനം ഒന്ന് നോക്കിയിട്ടൊന്ന് പറ പ്ലീസ്. സ്തോത്രം. അതാണോ ആദ്യം സംഭവിച്ചത്? ഭൂമി മാറിപ്പോകുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കുകയാണ്. ഭൂമി മാറിപ്പോവുക. സ്തോത്രം. ഇനി എന്താണ്? പർവ്വതങ്ങൾ കുലുങ്ങുന്നു. അത് കുലുങ്ങി പൊട്ടി വലിയ വലിയ പീസുകളായിട്ട് അത് സമുദ്രത്തിന്റെ മധ്യത്തിലേക്ക് അത് വന്നു വീഴുന്നു. സ്തോത്രം. അതിൻ്റെ ഇത് വന്നു വീഴുന്ന ആ പ്രഹരം കൊണ്ട്, അതിൻ്റെ ആ ആഘാതം കൊണ്ട് സംഭവിക്കുന്നു, വെള്ളം ഇരച്ച് കലങ്ങുന്നു. സ്തോത്രം. അപ്പോ അതിലെ വെള്ളം ഇരച്ച് കലങ്ങുന്നു. അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? ആ വെള്ളം ഇരച്ച് കലങ്ങുന്നു. അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചുറ്റുപാടും നടക്കുമ്പോഴും ആമേൻ സങ്കേതം ദൈവമാണെന്ന് ഉറപ്പുള്ള ഭക്തൻ പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കയില്ല. കാരണം എൻ്റെ സങ്കേതം എൻ്റെ ദൈവത്തിലാണ്. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. ഇന്ന് പകലിൽ കാരിക്കോട് ആരാധിക്കുവാൻ വന്നിരിക്കുന്ന ദൈവമക്കൾ എത്ര പേര് പറയും, ആമേൻ, ദൈവത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബാധകമല്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവം അന്ത്യത്തോളം എന്നെ നടത്താൻ ശക്തനാണ്. എൻ്റെ ദൈവം എൻ്റെ അവസാന ശ്വാസം വരെയും എന്നെ സൂക്ഷിപ്പാൻ മതിയായവനാണ്. ഇന്ന് പകലിൽ ആ കരങ്ങൾ ചേർത്തടിച്ച് ആ ജീവിക്കുന്ന ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്തു പറ, എൻ്റെ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അവൻ എന്നെ രക്ഷിപ്പാൻ ഇനിയും മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭക്തൻ പറയുകയാണ്, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. സ്തോത്രം. അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ എന്ത് ചെയ്യും? സഹായിക്കും. സ്തോത്രം. എവിടെയാണെന്നറിയോ? ഇവിടെ ചുറ്റുപാടും ഇങ്ങനെ നദികൾ ഇളകി മറിയുന്നു, വലിയ മലകൾ പൊട്ടി തകർന്നു പോകുന്നു. സ്തോത്രം. ഭൂമി മാറിപ്പോകുന്നു. പ്രകൃതിയുടെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ശാന്തമായിട്ടൊഴുകുന്ന ഒരു നദി
അത് ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആമേൻ. ആ ഭക്തൻ പറയുക, അവിടെ അതിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കഴിഞ്ഞ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ അലഞ്ഞ അലച്ചിലിൽ ആമേൻ നിങ്ങൾക്ക് വരാത്ത പ്രശ്നങ്ങളില്ലായിരിക്കാം, പ്രതിസന്ധികളില്ലായിരിക്കാം, ആമേൻ പ്രതികൂലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊക്കെ വന്നു ചേർന്നിരിക്കാം. പക്ഷേ ഇന്ന് പകലിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ആരാധനയാലയത്തിൽ ശാന്തമായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽ വിളിച്ചു പറയും, ഇന്നലെ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ അനുഭവിക്കാത്തൊരു ദൈവകൃപ ഇതിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ അനുഭവിക്കുവാത്ത ആമേൻ ഒരു ദൈവ ആമേൻ സന്തോഷം ആമേൻ ഈ ആലയത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിനകത്ത് ദൈവമുണ്ട് ദൈവമക്കളെ, ഇതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലായിരിക്കാം നടക്കുന്നത് പലതും, പക്ഷേ ആമേൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതിലേക്കും എൻ്റെ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നുകളിൽ നിങ്ങൾ നടന്നു പോകുന്ന ചുവടുവെപ്പുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതിലുമായിരിക്കാം നിങ്ങൾ ചുവടുവെക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ചുവടുവെപ്പുകൾ ആമേൻ അതിന്റെ പര്യവസാനം എന്നത് ആമേൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതിലും ആമേൻ വലിയ ആമേൻ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് എൻ്റെ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ഈ പകലിൽ ആത്മനിയോഗത്തോടെ ഞാൻ പ്രവചനയാലോചനയായി പറഞ്ഞ എത്ര പേർ സഭയ്ക്കകത്ത് ഈ ദൂത് ഏറ്റെടുക്കും? പ്രതീക്ഷിക്കാത്ത പലതും ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നു. നിന്റെ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത പലതും ആമേൻ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നു. അക്കാരമൊന്ന് വീശിയടിച്ച് നല്ല കർത്താവിന് മഹത്വം കൊടുക്ക്. ഇന്ന് പകലിൽ ആമേൻ എൻ്റെ ദൈവം അത് ചെയ്യുവാൻ തുടക്കം കുറിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഇസ്രായേൽ യാക്കോബ് തന്റെ മകനായ യോസെഫിനോട് പറയുകയാണ്, മോനെ യോസഫേ, ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല നിന്റെ മുഖം ഞാൻ ഇങ്ങനെ കാണുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ പരിശുദ്ധാത്മാവ് എന്നെ തട്ടി ഉണർത്തി പറഞ്ഞതാണ്, പ്രതീക്ഷിക്കാത്ത പലതിലൂടെയുമായിരിക്കാം നിന്റെ ചുവടുവെപ്പുകൾ ഇന്നുകളിൽ. എന്നാൽ നീ ചെന്നെത്തുവാൻ പോകുന്നത് ആമേൻ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു വലിയ നിയോഗത്തിന്റെ ഭാഗമായി നീ ചെന്നെത്തുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ യാക്കോബിന്റെ പിന്നാമ്പുറത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആമേൻ പിന്നിലെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഓരോ പ്രഭാതവും യാക്കോബ് ഉണരുമ്പോൾ യാക്കോബ് ചിന്തിച്ചു കാണും, ആമേൻ എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു. ഓരോ രാത്രിയിലും ആമേൻ ആ കിടക്കയിലേക്ക് കയറി കിടക്കുമ്പോൾ യാക്കോബ് ആമേൻ നെടുവീർപ്പിട്ടു, എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ ഏറെ സ്നേഹിച്ചവൻ, ഞാൻ ഏറെ കരുതിയവൻ, ഞാൻ ഉടുപ്പ് തുന്നിക്കൊടുത്തവൻ, അവൻ എന്നെ സ്നേഹിച്ചവൻ, അവന്റെ സാമീപ്യം ഞാൻ ഏറെ അവൻ കൊതിച്ച ആമേൻ എനിക്കവൻ നഷ്ടപ്പെട്ടല്ലോ. ആമേൻ കഴിഞ്ഞ ദീർഘ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 10-17 വർഷമായിട്ട് ആയുസിന്റെ ഒരു നല്ല കാലഘട്ടം നഷ്ടങ്ങളുടെ ആമേൻ ആ വലിയ വേദനയുമായി, അത് തിങ്ങി നിറഞ്ഞ ഭാരവുമായിട്ട് ആമേൻ ജീവിച്ചു കൂട്ടുന്ന യാക്കോബ് ആമേൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് ആമേൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷയ്ക്കപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ടപ്പോൾ യാക്കോബ് പറയുകയാണ്, എനിക്ക് എൻ്റെ മോനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലടാ നിന്റെ മുഖം ഞാൻ ഇങ്ങനെ കാണുമെന്ന്. സ്തോത്രം. ഇന്ന് പകലിൽ എൻ്റെ ദൈവമക്കളെ, പ്രതീക്ഷിക്കാത്ത പലതും നടക്കുവാൻ തുടങ്ങുകയാണ്. ഭൂമി കുലുങ്ങട്ടെ, പർവ്വതങ്ങൾ പൊട്ടട്ടെ, സമുദ്രങ്ങൾ ഇളകട്ടെ, ഇന്നുകളിൽ നടന്നു നീങ്ങുന്ന ചുറ്റുപാടുകൾ നിനക്ക് അനുകൂലമല്ലാതിരിക്കട്ടെ. പക്ഷെ എന്റെ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, ഓ കരമടിച്ചു പറ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരാണ്? സഭയൊരുമിച്ചു പറ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലമാരാ? എനിക്ക് പ്രതികൂലമൊന്നുമല്ല, എനിക്ക് പ്രതികൂലമൊന്നുമില്ല. പ്രകൃതി എനിക്ക് പ്രതികൂലമായി കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായി കൊള്ളട്ടെ, സാമ്പത്തികം എനിക്ക് പ്രതികൂലമായി കൊള്ളട്ടെ, ആരോഗ്യം എനിക്ക് പ്രതികൂലമായി കൊള്ളട്ടെ, എന്തും പ്രതികൂലമാകട്ടെ, ദൈവ
ദൈവം എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം ദൈവമക്കളെ, ഈ ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് ആ ഭക്തൻ ആമേൻ അതിന്റെ ഒടുവിൽ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ. ഓ ജനമാർപ്പോടെ ഒന്ന് പറ, സൈന്യങ്ങളുടെ യഹോവ. ഓ എന്നോട് ചേർന്നൊന്ന് പറ, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഒന്ന് പറ, നമ്മോട് കൂടെയുണ്ട്. കാരിക്കോട് സഭയോട് കൂടെയുണ്ട്. കാരിക്കോട് സഭയിലെ ദൈവമക്കളോട് കൂടെയുണ്ട്. കാരിക്കോട് സഭയിലെ കുടുംബങ്ങളോട് കൂടെയുണ്ട്. ദൈവസഭയ്ക്കകത്തെ തലമുറകളോട് കൂടെയുണ്ട്. അഭിഷിക്തന്മാരോട് കൂടെയുണ്ട്. വാർദ്ധക്യത്തിലുള്ള പ്രിയപ്പെട്ടവരോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്.